ഹായ്, നമ്മളിന്ന് ഇവിടെ വന്നേക്കുന്നേ നമ്മുടെ ഒരു ഓട്ടോമേഷൻ്റെ മോട്ടറിന് ഒരു എക്സ്റ്റേണൽ റിമോട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് ഓൺലൈൻ യൂസ് ചെയ്യുന്ന ഒരു കോമ്പാക്റ്റബിൾ എക്സ്റ്റേണൽ റിമോട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ടിൻ്റെ റിലേ വരുന്നത്. ഇതതിൻ്റെ കേസ്. അപ്പോൾ റിലേയിൽ വരുന്നത് ഒരു NO ഒരു NC കോമൺ V പോസിറ്റീവ് V നെഗറ്റീവ്. അതതിൻ്റെ പവർ DC ആണ് പവർ വരുന്നത്. ഇതാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. നമുക്കിതിനകത്ത് വേണ്ടത് കോമണും NOയും ആണ്. നമുക്കതിന് ആദ്യം വേണ്ടത് നമ്മൾ ഇതിൽ ഫോട്ടോസെല്ലിന് പോകുന്ന DC പവറിൽ നിന്ന് നമ്മൾ ഇതിനകത്തേക്ക് V പോസിറ്റീവ് V നെഗറ്റീവ്, ഇതിനകത്തും അതുപോലെ V പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കത് ഊരിയ മതേ കാണാൻ പറ്റും. അതെല്ലാ റിമോട്ടുകളുടെ ബോർഡിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ നിന്ന് പവർ എടുക്കുക, ഇതിൽ V പോസിറ്റീവ് V നെഗറ്റീവ് കണക്ട് ചെയ്യുക. അത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഞാനിപ്പോൾ അതിൻ്റെ കണക്റ്റേഴ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഇതാണ് 6 7 ആണ്. 6 24 നെഗറ്റീവ് 24 പോസിറ്റീവ്. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ട പവർ. ഇതിൽ നമുക്ക് അതിൻ്റെ റിലേ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ 1 ഉം 2 ആണ്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ കോമൺ ആയിരിക്കും. ഇതാണ് ഗേറ്റ് തുറക്കാനും അടക്കാനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിലേയിലേക്കുള്ള വയറിംഗ് പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ കണക്ഷൻ കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V പോസിറ്റീവ് V നെഗറ്റീവ്, പിന്നെ വേണ്ടത് കോമണും NOയും നോർമലി ഓപ്പൺ. അപ്പോൾ നമുക്കിത് പവർ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് കണ്ട ഒരു സ്മോൾ ബട്ടൺ കാണാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് പവർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇതിനകത്ത് റിമോട്ടുകൾ കോൺഫിഗർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന റിമോട്ടുകൾ. 2 ബട്ടണാണ് വരുന്നത്, Aയും Bയും. ഇതിനകത്ത് പവറൊക്കെ ഓക്കെയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിനെ കോൺഫിഗറേഷൻ മോഡിലേക്ക് ആക്കാം. വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ ഈ ബട്ടൺ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല, അത് സ്റ്റഡിയായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിനകത്തെ ഒരു ബട്ടൺ ഒന്ന് ട്രിഗർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബ്ലിങ്ക് മാറിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്കിംഗ് ആണോ എന്നുള്ളത്. സേഫായിട്ട് തന്നെ മാറ്റി വെച്ചിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ.